ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു shini'skitchen. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് ഈ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാൻ. അപ്പോൾ എങ്ങനെയാണ് ഈ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ വൃത്തിയാക്കിയ ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പകുതി നാരങ്ങയുടെ നീരാണ്. നെക്സ്റ്റ് നമ്മുടെ കൊഞ്ചിന് പാകത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ ഇത് ഒരു 30 മിനിറ്റെങ്കിലും നമ്മുടെ ഈ ചെമ്മീനൊന്ന് മാഗ്നേഷനോട് മാറ്റി വയ്ക്കുക. നെക്സ്റ്റ് ഒരു മിക്സിയുടെ ജാറിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്. അതിലേക്ക് 3 പച്ചമുളക് നടുവേ കീറിയതാണ്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഇത്രയും വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എരിവ് കുറവുള്ളവർക്കാണെങ്കിൽ 1 പച്ചമുളകാണെങ്കിൽ മതി. നെക്സ്റ്റ് നമ്മൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി തയ്യാറാക്കാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ചിൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. പകുതി ഭാഗം നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ബാക്കി നമ്മൾ ബിരിയാണിയിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആയി വരണം. നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. നെക്സ്റ്റ് നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഈ പാത്രത്തിലേക്ക് സ്ലൈസസ് ആയിട്ട് അരിഞ്ഞിട്ടുള്ള 3 സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പുതിനയിലയുടെ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഊറ്റുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. നെക്സ്റ്റ് കുറച്ച് കറിവേപ്പില, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇങ്ങനെ ചെമ്മീൻ ചേർക്കുമ്പം ചെമ്മീനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ ബിരിയാണിക്കൊരു നല്ല ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചേർക്കുന്നത്. അപ്പം ഞാൻ 2 ഗ്ലാസ് അരിയായിരുന്നു എടുത്തിട്ടുള്ളത്. അപ്പം അതിന് 3 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ 3 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് സ്പൈസസ് ആണ്. അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ചാൽ ബേ ലീഫ്, പട്ട, ഏലക്ക, അതുപോലെ തന്നെ ഗ്രാമ്പു. ഇനി ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീരും കൂടെ ഊറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയാണ്. അരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കണം. ഫുള്ളി ഒരു വിസിലും അതുപോലെ തന്നെ
ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഒരു വിസിലാണ് നമുക്ക് വേണ്ടത്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് സവാളയും അതുപോലെ തന്നെ കുറച്ച് കാഷ്നട്ടും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യണം. ഗാർണിഷിങ്ങിന് വേണ്ടിയാണത്. കുറച്ച് സവാള എടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നെക്സ്റ്റ് ചേർക്കുന്നത് കാഷ്നട്ട് അതുപോലെ തന്നെ കിസ്മിസാണ്. നമ്മുടെ കുക്കറിൽ നിന്ന് രണ്ടാമത്തെ വിസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് നമുക്ക് തുറന്ന് നോക്കണം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. ഇനിയിപ്പോൾ നമുക്കൊന്ന് സെർവ് ചെയ്യണം. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻസ് അതുപോലെ തന്നെ കാഷ്നട്ട്സും കിസ്മിസും ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ചെമ്മീൻ അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെമ്മീൻ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മാത്രമേ ട്രൈ ചെയ്ത് നോക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.